ജോർജ് കുട്ടി നല്ലൊരു മനുഷ്യനാണ് മാഡം. അയാളുടെ ഹിസ്റ്ററി ഞാൻ അന്വേഷിച്ചു. 35 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ എത്തിയ അയാൾ പലചരക്ക്, വീഡിയോ ലൈബ്രറി, വണ്ടിക്കച്ചവടം, റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ പലതരം ബിസിനസ്സിലൂടെയാണ് വളർന്നത്. ആളൊരു വലിയ സിനിമാ പ്രേമിയാണ്. അയാൾ കാണാത്ത സിനിമകളുമില്ല. 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളെങ്കിലും മലയാളം, തമിഴ്, ഇംഗ്ലീഷ്, ഹിന്ദി എന്നീ ഭാഷകളെ സംസാരിക്കും. ഇതെല്ലാം സിനിമയിൽ നിന്ന് പഠിച്ചതാ. ഒരു സാധാരണക്കാരനെ കൊണ്ട് ഇതെല്ലാം സാധിക്കുമോ മാഡം? സിനിമ, ഇറ്റ്സ് ആൻ ഇമ്പോർട്ടന്റ് ലിങ്ക്. ടിക്കറ്റ്. ഒരു ദിവസം 100 കണക്കിന് ആളുകളെ കാണുന്ന നിങ്ങൾ ഒരു കുടുംബത്തെ ഓർത്തിരിക്കുന്നതിൽ അസ്വാഭാവികതയൊന്നുമില്ല. പക്ഷെ അവർ എന്ന് യാത്ര ചെയ്തു, എന്തിനു യാത്ര ചെയ്തു എന്നൊക്കെ ഓർത്തിരിക്കുന്നതിൽ ഒരു അസ്വാഭാവികതയുണ്ട്. എടോ, ഇക്കഴിഞ്ഞ 3-ാം തീയതിയാണ് അയാൾ നിങ്ങളുടെ ബസ്സിൽ കയറിയത്. 2-ാം തീയതി ഒരു ധ്യാനം കഴിഞ്ഞ് വരികയാണെന്നും പറഞ്ഞു. അന്ന് പറഞ്ഞ കാര്യങ്ങൾ 25 ദിവസം കഴിഞ്ഞിട്ടും നിങ്ങൾ എങ്ങനെ ഓർത്തിരിക്കുന്നു എന്നാണ് മാഡം ചോദിച്ചത്. അന്ന് പറഞ്ഞോ എന്ന് ഞാൻ ഓർക്കുന്നില്ല സർ. അപ്പോ താനല്ലേ ധ്യാനത്തിന്റെയും 2-ാം തീയതിയുടെ കാര്യം ഇപ്പൊ ഞങ്ങളോട് പറഞ്ഞത്? അല്ല, അത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ തമ്മിൽ കണ്ടപ്പോ പറഞ്ഞതാ. കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞ ഒരു 3-4 ദിവസം മുമ്പ്. എവിടെ വച്ച്? അങ്കിൾ, ആ, എല്ലാരും കൂടി എങ്ങോട്ടാ? എന്നെ മനസ്സിലായില്ലേ? ജോർജ് കുട്ടിക്ക് മനസ്സിലായില്ലേ? കഴിഞ്ഞ 2-ാം തീയതി നമ്മളിവിടെ ധ്യാനത്തിന് വന്നില്ലേ? പിറ്റേ ദിവസം 3-ാം തീയതി നമ്മൾ പോയ ബസ്സിലെ കണ്ടക്ടർ. ഇപ്പൊ ഓർക്കുന്നു. 2-ാം തീയതി ധ്യാനം കൂടി 3-ാം തീയതി വൈകിട്ട് നമ്മള് തിരിച്ചു പോയ ബസ്സിലെ കണ്ടക്ടർ. ഓ, ക്ഷമിക്കണം, പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. വാമളെ. ഓ ശരി. സിനിമ തുടങ്ങിയോ? ഇല്ല, തുടങ്ങിയിട്ടില്ല. തനിച്ചേ ഉള്ളൂ, ഫാമിലി കൊണ്ടുവന്നില്ലേ? ഇല്ല, തന്നെ ഉള്ളൂ. കഴിഞ്ഞ 2-ാം തീയതി ഒരു ധ്യാനം കൂടാൻ വന്നാ. അതാന്ന് ഫാമിലി ആയിട്ട് വന്നത്. ഈ ഫാമിലി ആയിട്ട് വന്നാൽ വലിയ ചെലവാന്ന്. പിറ്റേ ദിവസം 3-ാം തീയതി ഷോപ്പിംഗ് നടത്തി ഇവിടെ വന്ന് സിനിമയും കണ്ട് ഭക്ഷണവും കഴിച്ച് വൈകിട്ടാണ് വീട്ടിൽ പോയത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ചെലവ് ചില്ലറയായിരിക്കുമോ? മുരളി, കഴിഞ്ഞ 2-ാം തീയതി ഞങ്ങൾ ധ്യാനത്തിന് പോയപ്പോൾ നിങ്ങൾ ടിക്കറ്റ് തന്നില്ല. ഇന്ന് അത് പറ്റില്ല, ടിക്കറ്റ് തരണം. എന്റെ ജോർജ് വേണ്ട, എന്റെ ചേച്ചി ഒന്ന് പറഞ്ഞു കൊടുക്കും. നോക്ക്. നമസ്കാരം. നമസ്കാരം. കുറെ നാളായല്ലോ കണ്ടിട്ട്. കുറെ നാളായോ? ഈ കഴിഞ്ഞ 2-ാം തീയതി ധ്യാനത്തിന് വന്നതിന്റെ പിറ്റേ ദിവസമല്ലേ ഞങ്ങൾ ഇവിടെ വന്ന് ആഹാരം കഴിച്ചത്. കൃത്യമായി പറഞ്ഞ ഓഗസ്റ്റ് മാസം 3-ാം തീയതി. എൻ്റെ അടുത്ത് പിന്നീട് വന്നിട്ടില്ല മാഡം. അത്രയും ദിവസം ആഹാ, ഞങ്ങൾ ധ്യാനത്തിന് പോയി വന്നതിന്റെ പിറ്റേ ദിവസം ഞാൻ നിന്നോട് പറഞ്ഞാണോ? ഞങ്ങൾ എന്നാ ധ്യാനത്തിന് പോയത്? ഓഗസ്റ്റ് 2-ാം തീയതി ശനിയാഴ്ച. എന്നാ പോയത്? ഓഗസ്റ്റ് 2-ാം തീയതി ശനിയാഴ്ച. 3-ാം തീയതി ഞായറാഴ്ച ഞങ്ങൾ തിരിച്ചു വന്നു. അതിന്റെ പിറ്റേ ദിവസം, അതായത് ഓഗസ്റ്റ് 4-ാം തീയതി തിങ്കളാഴ്ച, ഈ ടാക്സ് അടയ്ക്കാൻ നിന്നോട് പറഞ്ഞാണോ? അയാളുടെ ക്ഷമയുടെ ശക്തിയാണ് രാജാവിൻ്റെ മനസ്സ് മാറ്റിയത്. അതുകൊണ്ട് നമ്മളൊക്കെ ക്ഷമിക്കാൻ പഠിക്കണം. നല്ല കഥ. ജോർജ് കുട്ടി ഇത് എവിടുന്ന് കിട്ടി? ഞങ്ങളൊക്കെ ഒരു ധ്യാനത്തിന് പോയിരുന്നില്ലേ 2-ാം തീയതി? ഈ മാസം ശനിയാഴ്ച 2-ാം തീയതി. അവിടെ ഒരു അച്ഛൻ പറഞ്ഞ കഥയാ. ഹലോ, അല്ല, മാഡത്തിന്റെ നമ്പർ അല്ല ഇത്? അതെ, ഈ നമ്പറിൽ നിന്നാ വിളിച്ചത്. ആരാ? നമ്മൾ വിളിച്ച ഫാദർ കാച്ചറപ്പള്ളി. Tell me, father. CDO? പണം അടച്ച് ബുക്ക് ചെയ്തവർക്ക് ഒരാഴ്ച കഴിഞ്ഞ് പള്ളി ഓഫീസിൽ നിന്നും വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ആ പള്ളി വികാരിയുമായി സംസാരിച്ചു. പക്ഷെ അയാളുടെ പേര് ബുക്ക് ചെയ്തവരുടെ ലിസ്റ്റിലില്ല. ഒരുപക്ഷെ അയാൾ വ്യാജ പേരിലായിരിക്കാം CD ബുക്ക് ചെയ്തത്. അതൊക്കെ ശരിയായിരിക്കും. പക്ഷെ ഈ മൊഴികളൊന്നും 2-3 തീയതികളിൽ അയാൾ നാട്ടിലില്ലായിരുന്നു എന്ന തെളിവുകളെ ഖണ്ഡിക്കുന്നില്ല. ഏതാണ്ട് 8:30 മണി കഴിഞ്ഞു. ഞങ്ങൾ എത്തിയപ്പോ ധ്യാനം തുടങ്ങി. ഈ മാസം 2-ാം തീയതി തോന്നുന്നു സാർ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ തമ്മിൽ കണ്ടപ്പോ പറഞ്ഞതാ. ധ്യാനത്തിന് പോയപ്പോൾ നിങ്ങൾ ടിക്കറ്റ് തന്നില്ല. കഴിഞ്ഞ 2-ാം തീയതി ഒരു ധ്യാനം കൂടാൻ വന്നാ. അതാന്ന് ഫാമിലി ആയിട്ട് വന്നത്.
recreated that day. What? Don't you get it? He just recreated that day. ഓഗസ്റ്റ് 2-3 തീയതികൾ അയാൾ പുനരാവിഷ്കരിച്ചു. സിനിമയുടെ പ്രത്യേകത എന്താ? ദൃശ്യം. ഒരു ദൃശ്യം മനസ്സിൽ പതിയുന്ന ആഴത്തിൽ മറ്റൊന്നും പതിയില്ല. 2-3 തീയതികളിലെ യാത്ര അവർ മെനഞ്ഞുണ്ടാക്കിയ വെറുമൊരു കഥയല്ല. They really executed it. യഥാർത്ഥത്തിൽ അവർ ആ യാത്ര നടത്തിയിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഇൻട്രോഗേഷനിൽ അവരുടെ കഥ പൊളിയാതിരുന്നത്. 2-3 തീയതികളിൽ അവർ യാത്ര നടത്തിയെങ്കിൽ 2-3 തീയതികളിലെ യാത്രകൾ അവർ മറ്റൊരു ദിവസം റീക്രിയേറ്റ് ചെയ്യാനുണ്ടായത്. ഒരുപക്ഷെ അതിന്റെ അടുത്ത ദിവസങ്ങളിൽ. അതിനടുത്ത ദിവസം എന്ന് പറയുമ്പോൾ തിങ്കൾ ചൊവ്വ. മാഡം, ആ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ അയാളുടെ കുട്ടികൾ സ്കൂളിൽ പോയിട്ടില്ല. ഞങ്ങൾ അന്വേഷിച്ചു മാഡം. ധ്യാനം കഴിഞ്ഞ ദിവസം രാത്രി മഴ നനഞ്ഞ് പനിയും ജലദോഷം പിടിച്ച് ഭാര്യയും മക്കളും കിടപ്പിലായിരുന്നു എന്നാ ജോർജ് കുട്ടി പറഞ്ഞത്. പിന്നെ അവർക്ക് മരുന്ന് വാങ്ങിച്ചതിന്റെ മെഡിക്കൽ ഷോപ്പ് ബില്ലുകളും കാണിച്ചു. ആ ബില്ലുകളൊക്കെ ഫേക്കാ. ഒരു മെഡിക്കൽ ഷോപ്പ് ബില്ലുണ്ടാക്കാനാണോ ബുദ്ധിമുട്ട്? അല്ലെങ്കിലും കുറെ ബില്ലുകൾ വെച്ച് അയാൾ കളിക്കുന്നത്. പക്ഷേ 2-ാം തീയതിയിലെ ലോഡ്ജ് രജിസ്റ്ററും 3-ാം തീയതിയിലെ KSRTC ബസ് ടിക്കറ്റും മാറ്റിനി ടിക്കറ്റും എങ്ങനെ ഫേക്ക് ചെയ്യും? അത് ഒറിജിനൽ ആണല്ലോ. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് മാഡം. ഇവിടെയാണ് ജോർജ് കുട്ടി എന്ന 4-ാം ക്ലാസ്സുകാരനെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത്. ഐ നോ ഹൗ ഹി ഡിഡ് ഇറ്റ്. 3-ാം തീയതി രാവിലെ ജോർജ് കുട്ടി വരുണിന്റെ കാറുമായി തൊടുപുഴയിലേക്ക് പോയി. അവിടെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം പാർസൽ വാങ്ങിയ ശേഷം ഒരു മൊബൈൽ ഫോൺ സംഘടിപ്പിച്ച് വരുണിന്റെ സിം കാർഡ് അതിലിട്ട് ഏതോ നാഷണൽ പെർമിറ്റ് വണ്ടിയിൽ ഉപേക്ഷിക്കുന്നു. അതിനുശേഷമായിരിക്കാം കാർ പാറമടക്കുളത്തിൽ കളയുന്നത്. പിന്നീട് ഒരു റെസ്റ്റോറൻറ്റിൽ ചെന്ന് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ 4 ബിരിയാണിയുടെ ബില്ല് സംഘടിപ്പിക്കുന്നു. അന്നേ ദിവസം തന്നെ തൊടുപുഴയിലെ ഒരു തിയേറ്ററിൽ നിന്നും മാറ്റിനിക്ക് 4 ടിക്കറ്റുകൾ എടുക്കുന്നു. പിന്നീട് KSRTC ബസ്സിൽ കയറി 4 ടിക്കറ്റുകൾ എടുത്ത് അയാൾ നാട്ടിലേക്ക് മടങ്ങുന്നു. രാത്രി ഓഫീസിൽ ചെന്ന് നാളെ ധ്യാനത്തിന് പോവുകയാണെന്ന് മോനിച്ചനെ പറഞ്ഞു ധരിപ്പിക്കുന്നു. പിറ്റേന്ന് 4-ാം തീയതി കുടുംബസമേതം മുരളിയുടെ ബസ്സിൽ കയറി അവർ ധ്യാനത്തിന് പോവുകയാണെന്ന് മുരളിയെ ബോധ്യപ്പെടുത്തുന്നു. രാവിലെ 9 മണിക്ക് പാറേപ്പള്ളി എത്തിയവർ വൈകുന്നേരം വരെ അവിടെ ചെലവഴിക്കുന്നു. അതിനിടയിലായിരിക്കണം ധ്യാനത്തിന്റെ CD-യെക്കുറിച്ച് അറിയുന്നതും മറ്റാരുടെയോ പേരിൽ CD ബുക്ക് ചെയ്യുന്നതും. വൈകിട്ട് ലോഡ്ജിലെത്തിയ ജോർജ് കുട്ടിയും കുടുംബവും കുറച്ചു നേരത്തേക്ക് മാനേജർ അവിടെ നിന്നും ഒഴിവാക്കിയ ശേഷം 2-ാം തീയതിയിൽ ജോർജ് കുട്ടിയുടെ പേര് എഴുതി ചേർക്കുന്നു. പിന്നീട് 4-ാം തീയതിയിൽ കയ്യക്ഷരം മാറ്റി എഴുതി ഏതോ കള്ളപ്പേരിൽ മുറിയെടുക്കുന്നു. രാത്രി തട്ടുകടയിൽ നിന്നും ഭക്ഷണം കഴിച്ച് പിറ്റേന്ന് രാവിലെ ജോർജ് കുട്ടി 3-ാം തീയതി പാർസൽ വാങ്ങിയ അതേ വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്നും പാർസൽ വാങ്ങിപ്പിക്കുന്നു. ലോഡ്ജിൽ നിന്നും ചെക്കൗട്ട് ചെയ്ത ശേഷം റെസ്റ്റോറൻറ്റിൽ നിന്നും ബിരിയാണി കഴിച്ച് ഉടമയുമായി സൗഹൃദം സ്ഥാപിക്കുന്നു. പിന്നീട് തിയേറ്ററിൽ സിനിമയ്ക്ക് കയറി പ്രൊജക്ടർ ഓപ്പറേറ്ററെയും പരിചയപ്പെടുന്നു. വൈകുന്നേരം നാട്ടിലേക്കുള്ള അതേ ബസ്സിൽ കയറി കണ്ടക്ടറുമായി പരിചയപ്പെടുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നു. വീട്ടിലെത്തിയ ശേഷം പിന്നീട് എപ്പോഴോ ഫാദർ കാച്ചിറപ്പള്ളിയുടെ ധ്യാനത്തിന്റെ CD കുടുംബസമേതം കാണുന്നു. 5-ാം തീയതിയിലെ ബില്ലുകളെല്ലാം ഉപേക്ഷിച്ച് പകരം 3-ാം തീയതി അയാൾ കളക്ട് ചെയ്ത ബില്ലുകളാണ് നമ്മളെ കാണിച്ചത്. പിന്നീട് 4-5 ദിവസം മുമ്പ് അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ആ ഡേറ്റുകൾ അവരുടെ മനസ്സിൽ അടിച്ചേൽപ്പിച്ചു. യഥാർത്ഥത്തിൽ അവർ പോലും അറിയാതെ അവർ കള്ളസാക്ഷി പറയാണ്. ഹീസ് മോക്കിംഗ് അറ്റ് ദ എൻറ്റയർ പോലീസ് ഡിപ്പാർട്ട്മെന്റ്. പക്ഷെ ഇത് തെളിയിക്കാൻ നമ്മുടെ കയ്യിൽ തെളിവുകളൊന്നുമില്ല. നമ്മുടേത് വെറും തിയറി മാത്രം. ഗീത, നീ പറയുന്നതാണ് സത്യമെങ്കിൽ വരുൺ എവിടെ? അവൻ എന്തിനാ അയാളുടെ അടുത്ത് പോയി? അതിനുള്ള ഉത്തരം അയാളെ കൊണ്ട് തന്നെ പറയിക്കണം.